നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ബാലൻ ഉദയഭാനുയോട് പറഞ്ഞു, ഉദയഭാനു സാറേ, പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറ, എന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി ചോദിച്ചു, ബാലേട്ടനും പറയാനുണ്ടോ? അപ്പം ഉദയഭാനു സാറ് പറയാൻ പോകുന്ന കാര്യം ബാലേട്ടന് അറിയാവോന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എനിക്കും അറിയാം. അപ്പോഴേക്കും ഉദയഭാനു ഓർത്തു, ഇതെങ്ങനെ ബാലൻ അറിഞ്ഞു? ഇനിയിപ്പോ എന്തേലും പ്രശ്നങ്ങളുണ്ടോ? ഇനിയിപ്പോ ആര് പറഞ്ഞറിയാനായിട്ടാ ബാലന്? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഉദയഭാനുവിന്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, ഉദയഭാനു സാറേ, എന്താ മടിച്ചു നിൽക്കുന്നേ? പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറ. പറയടോ താന്. തന്റെ കുടുംബത്തിന്റെ ചതി വീട്ടുകാട് തുറന്നു പറ, എന്നിട്ട് വേണം തന്റെ കർണം പൊത്തി എനിക്ക് 2 പൊട്ടിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ബാലൻ മനസ്സ് വിചാരിക്കുക. ആ സമയത്ത് ഉദയഭാനു പറഞ്ഞു, ബാല, ഇനിയിപ്പൊ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമില്ല, മറച്ചു വെച്ചിട്ടും കാര്യമില്ല. അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് പറയണം. അതെ, അതുകൊണ്ട് തന്നെ തുറന്നു പറഞ്ഞോളാൻ പറയണം. അല്ല, ബാലൻ എന്തോ കാര്യം മനസ്സിലുണ്ടെന്നല്ലേ പറഞ്ഞേ? ബാലൻ എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നാന്ന്. എങ്കിലൊരു കാര്യം ചെയ്യാം, ബാലന്റെ മനസ്സിലുള്ള കാര്യം അങ്ങോട്ട് പറ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ആരെങ്കിലും ഒരാളൊരു ആ കാര്യമൊന്നും തുറന്നു പറ. ഞങ്ങൾ ആകെപ്പാടെ ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ശരി ഗോമതി, എങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ആനന്ദന്റെ ജീവിതം ഉണ്ടല്ലോ, ആനന്ദിന്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുവാന്നോ? ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകരൻ പരസ്പരം നോക്കുകയാണ്. എന്താ ബാലേട്ടൻ ഈ പറയണേ? ആനന്ദിന്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുവാന്നോ? അത് ആനന്ദിന്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ ഗോമതി. ബാലന് എങ്ങനെ പറയണമെന്നറിയില്ല. ദൈവമേ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മനസ്ഥിതി എന്തായിരിക്കും? ആനന്ദിനോടും തന്നോടും ഈ കുടുംബത്തോടും ഒക്കെ ഇവർ ചെയ്ത ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുമോ എന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിൽ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, പറ, ആനന്ദിന് എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനു ചാടി കയറി പറഞ്ഞു, ആനന്ദ് ഒരു അച്ഛനാവാൻ പോവാന്ന് പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ബാലൻ പോലും അന്താളിച്ചു പോയി. അച്ഛനാവാൻ പോകുന്നു? അതെ, ഗോമതി ബാലനും മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോകുന്നെന്ന്. എന്നിട്ട് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. മീനാക്ഷി ഓടി വന്ന് മിത്രയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മിത്രേ, നീ ഒരു അപ്പച്ചിയാവാൻ പോവാന്ന് പറയണ. എന്ന് വേണ്ട, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഗോമതി പറഞ്ഞു, എന്റെ ഭഗവാനെ, ഞാൻ എത്ര നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തി, എന്നിട്ട് ഇപ്പഴാ നീ എന്റെ പ്രാർത്ഥന കേട്ടത്. എനിക്ക് സന്തോഷമായെന്ന് പറയണ. ബാലിന് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് ബാലിന് ഒരു നിമിഷം ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അതെ, ഈ ഗർഭത്തിന്റെ ആയിരുന്നു ശ്രീദേവി മോൾക്ക് ഛർദിയും തലകറക്കോ ക്ഷീണവും കാര്യങ്ങളൊക്കെ. പിന്നീടല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത് ആ കാര്യങ്ങളൊക്കെ. കോമതി പറഞ്ഞു, ദൈവമേ, എന്നാലും ഞങ്ങളിത് അറിഞ്ഞില്ലോ എന്ന് പറയണം. ആ സമയം ബാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യങ്ങളൊന്നും ഇനി തുറന്നു പറയാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഇതിങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. തന്റെ ആനന്ദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. താൻ കാരണമാണ് ശ്രീദേവിയായിട്ടൊരു ബന്ധം ഈ വീട്ടിലേക്ക് വന്നതുപോലും. അപ്പൊ തന്നെ എല്ലാരും കുറ്റപ്പെടുത്തുകയും ചെയ്യും. ബാലൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പിന്നീട് ബാലൻ ഒരു ലഡു എടുത്തിട്ട് ഉദയഭാനുന്റെ വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. മൊത്തത്തോട് കൂടിയിട്ട്, സന്തോഷമുള്ള ദിവസമല്ലേ, നന്നായിട്ട് അങ്ങോട്ട് സന്തോഷിക്കാനായിട്ട് പറയണം. ബാലന്റെ ഉള്ളിൽ ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിവിടെ പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ആ സമയത്ത് ആനന്ദ് മുറിയിലിരിക്കുകയാണ്. ആനന്ദിന് മനസ്സിൽ പല പല ചിന്തകളുമായിരുന്നു. ഇന്നത്തോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പൊളിക്കണം. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അച്ഛനോടും ഈ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെ സത്യങ്ങളും തുറന്നു പറയണം. താൻ ചതിക്കപ്പെട്ടെന്നുള്ള കാര്യം. അല്ലെങ്കിൽ തന്റെ ജീവിതമല്ല തകർന്നിരിക്കുന്നേ. പോട്ടെ, ഇനിയിപ്പോ പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ കരുതി ആനന്ദ് രണ്ടും കൽപ്പിച്ച് എല്ലാവരുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് അങ്ങനെ ഹാളിലേക്ക് ഇറങ്ങി വരുവാണ് മുറിയുന്നത്. അപ്പോഴാണ് ആനന്ദ് ആ കാഴ്ച കാണുന്നത്. ഉദയഭാനു, ശ്രീകല എല്ലാവരും അവിടെയുണ്ട്. ആനന്ദിന് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആനന്ദ് ബാലന്റെ അരിയിലേക്ക് വന്നിട്ട് ബാലനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എന്താടാ? അത് പിന്നെ അച്ഛ, എനിക്ക് അച്ഛനോട് ആ കാര്യം പറയണമെന്ന് പറയാം, ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനും ശ്രീകലം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്ക് ടെൻഷനായി. കാരണം ആനന്ദ് പറയാൻ പോകുന്ന കാര്യം എന്താന്നോർത്തിട്ടായിരുന്നു അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നേ. ആ സമയം ഗോമതി പറഞ്ഞു, നീ പറഞ്ഞോടാ എന്ന് പറയണം. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അച്ഛാ, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അച്ഛന് സങ്കടം തോന്നരുത്, അച്ഛന് വിഷമം ആവരുതെന്ന് പറയണം. എടാ, നീ പറഞ്ഞോ, നീ ധൈര്യമായിട്ട് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ഞങ്ങൾക്കറിയാടാ നീ പറയാൻ പോകുന്ന കാര്യം എന്താന്ന്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നാന്ന് പറയണേ. കല്യാണം കഴിഞ്ഞ ഇതൊക്കെ സംഭവിക്കുന്നാന്നോ? അമ്മ എന്തൊക്കെയാ പറയണേ? പിന്നല്ലാതെ.
ഉം, ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാ. പിന്നെ നീ ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞെന്ന് പറയണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞെന്നോ? അതെ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആനന്ദിനൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഇവരുടെയൊക്കെ മുഖത്ത് എന്തൊരു സന്തോഷം. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും വന്ന് കൺഗ്രാസ് പറയാണ്. കൺഗ്രാസ് ആനന്ദേട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവര് കൺഗ്രാസ് പറയുന്നു. അപ്പം ശ്രീദേവിയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ട് ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഉം നിനക്ക് പറയാനുള്ള കാര്യം എന്താന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം. അല്ലച്ചാ, അച്ഛൻ എന്നിട്ട് അത് കേട്ടിട്ട് സങ്കടമൊന്നും തോന്നില്ലേ? എന്തിന്? ഞാനെന്തിനാടാ സങ്കടപ്പെടുന്നേ? അച്ഛൻ എന്നോട് ദേഷ്യം തോന്നില്ലേ? ദേഷ്യമോ? ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നേ? അല്ല, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ വാർത്ത കേൾക്കുന്ന അത് സ്വാഭാവികമായിട്ടുള്ള അല്ലേടാ എന്ന് ഗോമതി ചോദിച്ചു. അല്ലമ്മേ, അത് പിന്നെ ഞാന് എടാ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ കേൾക്കുന്ന വാർത്തയാ. ഒരു സന്തോഷ വാർത്തയല്ലേ കേട്ടിരിക്കുന്നേ? സന്തോഷ വാർത്തയാ? അതെ. നീ ഒരു അച്ഛനാൻ പോവല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ആനന്ദ് ഞെട്ടിപ്പോയി. ഞാനും നിന്റെ അച്ഛനും ഒക്കെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയാൻ പോവാന്ന് പറയണ. മുത്തശ്ശനും മുത്തശ്ശിയോ? ഒന്നും മനസ്സിലായില്ല. ആനന്ദിന്റെ കിളി വാറിപ്പോയി. ആനന്ദ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്, കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ. അപ്പോഴേക്കും മിത്രയും മീനാക്ഷിയും കൂടെ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആനന്ദേട്ടൻ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞങ്ങൾ കൺഗ്രാസ് ചെയ്ത് എന്തിനു വേണ്ടിട്ടാന്നാ? ആനന്ദേട്ടൻ്റെ ഒരു അച്ഛനാൻ പോകുന്നതിന്റെയാ. ഇത് കേട്ടപ്പോ ആനന്ദിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, കണ്ടില്ലേ, ആനന്ദ് മോന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ആനന്ദിന് ഭയങ്കര വെപ്രാളം. പെട്ടെന്ന് ബാലൻ ചോദിച്ചു, എന്താടാ നിന്റെ മുഖത്തൊരു വെപ്രാളമൊക്കെ? നിന്റെ മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ലോ? സന്തോഷം ഉണ്ടച്ചാ, ഭയങ്കര സന്തോഷാ. പെട്ടെന്ന് ഇത് കേട്ടെന്റെ ആ ഒരു ഷോക്കാന്ന് പറയണം. ഓ, അങ്ങനെയാണല്ലേ? കോമതി പറഞ്ഞു, എടാ, ഞങ്ങൾ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു, എത്ര വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തി. ഒടുവിൽ ഭഗവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതല്ലേ ഇപ്പൊ ദേവിമോള് പ്രഗ്നന്റ് ആയെന്നൊക്കെ പറയാ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും ആനന്ദിന് പിന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ദൈവമേ, ഇവരൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണല്ലോ. ബാലൻ പറഞ്ഞു, എന്താടാ നീ പിന്നെ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? അത് പിന്നെ നല്ലൊരു സന്തോഷം നടന്നല്ലേ, അപ്പൊ എനിക്കിത് ദേവിയായിട്ട് ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കണം. ഞാൻ അവിടെ നിന്ന് വിളിക്കട്ടെ എന്ന് പറയണം. ഉദയഭാനു ശ്രീകല ഞെട്ടി. കള്ളത്തരങ്ങളൊക്കെ പൊളിപോന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഫോൺ വിളിക്കാം, ലൗഡ് സ്പീക്കർ ഇട്ട് ഞങ്ങളും അറിയട്ടെ എന്ന് പറയണേ. വേണ്ട, എനിക്ക് എന്റെ ഭാര്യയോട് കുറച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. കേട്ടോ കേട്ടോ, ഇപ്പോഴേ തുടങ്ങിയെന്ന് പറയാണ് മിത്ര. ആ സമയത്ത് ഉദയഭാനുവിന്റെ ശ്രീകലയൊന്ന് നോക്കിയാണിത്. എന്നിട്ട് പറഞ്ഞു, അയ്യോ, അങ്കിളും ആന്റിയും ഒക്കെ വന്നിട്ട് ഇവർക്ക് കുടിക്കാനും കഴിക്കാനൊന്നും കൊടുത്തില്ല അമ്മേന്ന് ചോദിക്കാം. ചായ എടുക്കാന്ന് പറയണം. ചായയോ? വല്ല ജ്യൂസ് എന്തേലും എടുക്ക്. ഒരു കാര്യം ചെയ്യാം, ആപ്പിൾ ജ്യൂസ് എടുത്തോളാൻ പറയണം. കോമതി പറഞ്ഞു, അല്ല മോനെ, അത് പിന്നെ ആപ്പിൾ ഇല്ല. ആപ്പിൾ ഇല്ലല്ലേ? അന്നാ പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുത്താലോ? ഓറഞ്ച് ഉണ്ടോ അമ്മേന്ന് ചോദിക്കോ. ഓറഞ്ച് ഉണ്ട്. പിന്നീട് ഉദയഭാനുവിന്റെ ശ്രീകല അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ഒരു ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കാം. വിരോധമുണ്ടോ? ആപ്പിള് തീർന്നു പോയി. കളിയാക്കി ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനു മനസ്സിലായി തനിക്കിടുള്ള പണിയാന്ന്. ഉദയഭാനു പെട്ടെന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല മോനെ, സാരമില്ല, ഓറഞ്ച് ജ്യൂസ് മതിയെന്ന് പറയണം. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, ശരി ശരി, നിങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുക, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കുറച്ച് സമയം സ്വകാര്യമായിട്ട് സംസാരിക്കട്ടെ, സന്തോഷം പങ്കുവയ്ക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഉദയഭാനുവിനൊക്കെ നല്ല ടെൻഷൻ. ആനന്ദ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, അച്ഛനാവാൻ പോകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചെക്കൻ്റെ കിളി അങ്ങോട്ട് പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും ചിരിച്ചു. പക്ഷെ ഉദയഭാനുവിന് ശ്രീകളിക്ക് നല്ല ടെൻഷനാ. എന്റെ ദൈവമേ, ഇനി അവൻ ചെന്ന് വിളിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ദൈവമോള് സത്യങ്ങളൊക്കെ തുറന്നു പറയോ എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ടായി. പിന്നീട് ആനന്ദ് മുറിയിലേക്ക് എന്നിട്ട് ശ്രീദേവിയെ വിളിക്കുകയാണ്. ശ്രീദേവിക്ക് ആനന്ദിന്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. എന്തേലും ചീത്ത പറയാനായിരിക്കും എന്ന് മനസ്സിലായി. അങ്ങനെ ശ്രീദേവി കോൾ എടുത്തു കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, നീയും നിന്റെ ആ വേട്ടോളയും തന്തയും കൂടെ ചേർന്നിട്ടാണോടി ഈ ഗർഭനാടകം ഉണ്ടാക്കിയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയൊക്കെ എന്ത് നാടകം കളിച്ചെന്ന് പറഞ്ഞാലും നീ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. ആനന്ദേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക, എനിക്കൊന്നും കേൾക്കണ്ട. നീ എത്രയും പെട്ടെന്ന് നിന്റെ ഊച്ചാളി തന്തയെ തിരികെ പിടിച്ചോ, അല്ലെങ്കിൽ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. പറഞ്ഞു കേട്ടല്ലോ, വായി വന്ന ചീത്തയല്ല ആനന്ദ് പറയാണ്. ശ്രീദേവി കരയുവേണം. നീ കൂടുതൽ കരയൊന്നും വേണ്ട. നീ എത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനൊന്നും ഞാൻ പോകുന്നില്ല. നീ അടുത്ത നാടകമായിട്ട് വന്നിരിക്കുമല്ലേ? ഡിവോഴ്സ് നോട്ടീസ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നിന്റെ തന്തയുടെ ഒക്കെ തനി സ്വരൂപം പുറത്തിറങ്ങി. കാണിച്ച ചതിയൊന്നും പോരാഞ്ഞിട്ട് അടുത്തതുമായിട്ട് പുറത്തിറങ്ങിയിരിക്കുമല്ലേ? കാണിച്ചു തരുന്നുണ്ട് ഒക്കത്തിന് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് കോള് കട്ട് ചെയ്തു. അതിന് നല്ല ദേഷ്യമായിരുന്നു. ശ്രീദേവി ഇരുന്ന് കരയുവാണ്. ശ്രീദേവി പറഞ്ഞിട്ടല്ലല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്തത്. ആ സമയത്ത് ആനന്ദ് അങ്ങോട്ട് പോയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പത്തിന് ഉദയഭാനുവിന് ശ്രീകലയ്ക്ക് നല്ല ടെൻഷൻ.
ഒടുവില് ഉദയഭാനു ഇത്തിരി ജ്യൂസ് കുടിക്കുവാണ്. അപ്പോഴേക്കും ഉദയഭാനു ഭയങ്കര ടെൻഷൻ കാരണം പെട്ടെന്നൊന്ന് വിൽക്കുവാണ്. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, എന്താ ഉദയഭാനു സാറേ? ഉദയഭാനു സാറ് ഞെട്ടിയതുപോലെ, ഒന്നുമില്ല, ഈ ജ്യൂസ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് പറയാണ്. ഏ അതെന്താ? അല്ല അത് പിന്നെ ഓറഞ്ചിന്റെ കുഴപ്പാ, ഗോമതിയുടെ കുഴപ്പമല്ലെന്നേ. ഈ ഫസ്റ്റ് ക്വാളിറ്റി ഓറഞ്ച് ഇത് ഇവിടെ കിട്ടത്തില്ല, അതൊക്കെ അങ്ങോട്ട് കൂർഗില് അവിടേക്ക് ഇത് കിട്ടത്തുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല ദേവമോളെ കൂട്ടിക്കൊണ്ട് വരണമല്ലോ. അത് ഞങ്ങൾ അവളെ ഇങ്ങോട്ടേക്ക് മനഃപൂർവ്വം കൊണ്ടുവരായിരുന്ന, ഞങ്ങളല്ലല്ലോ കൊണ്ടുവരണ്ടേ. ഇനിയിപ്പൊ ആനന്ദമോൻ വന്നിട്ട് വേണം അവളെ വിളിച്ചോണ്ട് വരാനെന്ന് പറയണം. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഗോമതി പറഞ്ഞു, അല്ല അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? ഏ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ ഗോമതി പറയാണ്. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല എന്ത് പറ്റി ഉദയഭാനു സാറ് ജ്യൂസ് മുഴുവൻ കുടിക്കാത്തെ? ഞാൻ പറഞ്ഞല്ലോ ബാല, എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ കൂർഗിലെ തോട്ടത്തിലൊക്കെ നല്ല ഓറഞ്ച് ഉണ്ട്. 100 ഏക്കർ അവിടെ ഉണ്ടേ. 100 ഏക്കറോ ഓറഞ്ച് തോട്ടോ എന്ന് ഗോമതി ചോദിച്ചു. അതേന്നെ 100 ഏക്കർ. അത് ഞാൻ ദേവമോളോട് പറഞ്ഞ ആനന്ദമോന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാന്ന്. പക്ഷെ ദേവമോള് ഒന്നും പറഞ്ഞില്ല എന്ന് പറയണ. ഗോമതി പറഞ്ഞു, അത് പിന്നെ ഇവിടെ ബാലേട്ടൻ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല, അതാ ദേവി സമ്മതിക്കാത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ ചോദിച്ചു, അല്ല 100 ഏക്കർ തോട്ടമാണ് അവിടെയുള്ളത്. 100 ഏക്കർ കണക്കും പ്രകാരം പിന്നെ ഒരു 50 ഏക്കർ അല്ല അതുകൂടാതെ ഉണ്ട്, അത് ഞാനും കൂടെ പതിപ്പിച്ചെടുത്തു. ഓ അങ്ങനെയാണല്ലേ, എന്നാ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോ ഉദയഭാനു സാറ് വിഷമിക്കണ്ട. ഉദയഭാനു സാറിന്റെ താല്പര്യമാണെങ്കിൽ ആനന്ദിന്റെ പേരിൽ ആ തോട്ടം അങ്ങോട്ട് എഴുതി വെച്ചേക്കാൻ പറയണം. ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥ ഞെട്ടിത്തെരിച്ച് നിൽക്കുക ഉദയഭാനു ശ്രീകല്. ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. ബാലൻ ഇങ്ങനെ പറയുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.